ഹലോ മക്കളെ, എഴുന്നേൽക്കുന്നില്ലേ? നേരം വെളുത്തു. ഇവന്മാരുടെ ഒരു കാര്യം. ഓരോ പിള്ളേര് രാവിലെ എക്സസൈസ് ചെയ്ത് 6 പാക്കറ്റുമായിട്ട് നടക്കുമ്പോ നീയൊക്കെ 3 പാക്കറ്റുമായിട്ട് നടന്നു. മക്കളെ മക്കളെ എത്തി, എന്നിട്ടും കിടന്ന് ഉറങ്ങുന്നോക്കാണ് പോത്തുകള്. ഇവനെ ഇന്ന് കാലത്ത് നിന്റെ ഒരു ഫോണിൻ പ്രോഗ്രാം. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടേ. എന്തോ ആദ്യം നീയൊക്കെ എഴുന്നേറ്റ് വല്ല പണിക്ക് പോ, എന്നാലും എനിക്ക് അടുക്കള വല്ല പണി കാണുള്ളൂ. മനസ്സിലായ? മക്കളുമാരിങ്ങ് വന്നേ. ആ ലംബുച്ചേട്ട ഒരു പണി ഒപ്പിച്ച് തന്നില്ലായിരുന്ന മാഡലിങ്, ചിരി ക്ലബ്ബ്, അതിനെങ്കിലും ഒന്ന് പോടേ. പിന്നെ എല്ലാവരോടും കൂടി ഞാൻ പറയണ്, 6 മാസമായി. ഇത്ര പെട്ടെന്ന് പച്ച വയറേണ്ട പറയില്ല. കാവറയ്ക്ക് പൈലട് എനിക്ക് ശമ്പളം തന്നിട്ട് 6 മാസമായി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി തന്നില്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകും. ഒരൊറ്റ പേയ്മെന്റ്, ബൾക്ക് എമൗണ്ട് കൈ തരും. തരൂ? തരുന്നേ. തരുവോ? തരുവോ? തരുമായിരിക്കും. ചേട്ടാ ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി ചേട്ടാ? ചേട്ടാ ഒരു കുറ്റി പുട്ടതാ. 2 കയ്യേ ഉള്ളു എനിക്ക്. ആരും ബഹളം ഉണ്ടാക്കാതിരിക്കേ. എന്റെ ഗോപിയേട്ടാ 2 പണിക്കാരെ നിർത്തിക്കൂടെ? അയ്യോ, അതിനുള്ള വരുമാന്യം ഉണ്ടായിട്ട് വേണ്ടേ? ഓ, കേണല്ലമ്പോ ലഡാക്കുമായി വന്നു. ഇനി എന്റെ ഉള്ള കച്ചവടം തഥൈവ. ലഡാക്കിലും ഇങ്ങനെ തന്നെയായിരുന്നു. പാകിസ്ഥാൻ തീവ്രവാദികളെ എന്റെ മണമടിച്ചാൽ മതി ഓടി രക്ഷപ്പെടും. പിന്നെ ഠോ എന്നവൻ വച്ചത് അവന്റെ വീട്ടിലും അങ്ങനെ തന്നെ. ആ ഗോപിക്കുഞ്ഞെ ഒരു സ്ട്രോങ് ചായ, പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ് എടുത്തോ. ആ കളിക്കുട്ടിക്കയും ആ ചായ ചോദിച്ചിട്ട് ഇതെന്തുവാ ഇത്? ആ കൊള്ളാം. എന്തുവാ ഗോപിക്കുഞ്ഞെ ഇത്? കേണിൽ ലെമ്പുവിനെ കണ്ട അൽഖ്വയ്ദ തലവനെ പോലെ ഇരിക്കുന്നത്. എന്റെ പൊന്നു കേണല്ലേ, നാളെ മുതൽ 11 മണി കഴിഞ്ഞ് വന്നാല് മാസം 3000 രൂപ വെച്ച് ശമ്പളം വീട്ടിലെത്തിച്ചു തരാം. ഇന്ത്യക്ക് വേണ്ടി ലഡാക്കിൽ കോരിച്ചെരിയുന്ന തണുപ്പത്ത് തുരിതുര വെടിവെച്ചു കൊണ്ടിരുന്ന എന്റെ സഹനത്തിന് തന്നെ പോലെയുള്ള രാജ്യസ്നേഹമില്ലാത്തവരിട്ട വില വെറും 3000 കുലുവ. നിനക്കില്ലേ വിഷമം? പരിങ്ങണ്ട കേറി വാ. എന്റെ അമ്മ കേണലിലെമ്പോ ചെറുപ്പക്കാരായാൽ എന്നെ പോലെ വീരശൂര പരാക്രമികളായിരിക്കണം. വെടിയുടെ മുന്നിൽ വിരിമാറ് കാട്ടി നിൽക്കണം. അതിന് ധൈര്യം വേണം. ധൈര്യമുള്ളവരാണ് രാജ്യസ്നേഹികൾ. ഞങ്ങളും രാജ്യസ്നേഹികളാ ചേട്ടാണോ? എന്നാ കേറിയിരി കൺട്രി ബോയ്സുകളെ. അല്ലെങ്കിലും ഈ കേണലങ്ങൾ ഇങ്ങനെയാ, സ്നേഹിച്ചു കഴിഞ്ഞാൽ നക്കി തുടച്ചങ്ങ് എടുക്കുമെന്നേ. മാത്രമല്ല എത്ര നാള് താമസിച്ചാലും സ്നേഹമുള്ളവരുടെ കയ്യിൽ നിന്ന് വാട വാങ്ങത്തേയില്ല. ഇപ്പൊ തരാനുള്ള 6 മാസത്തെ കൂട്ടി 3 മാസം കഴിഞ്ഞ് 9 മാസം ഒരുമിച്ച് തരാം. 9ാം മാസം നീയൊക്കെ പ്രസവിച്ചിങ്ങി തരുമോ? എടാ, രാജസ്ഥാൻ മരുഭൂമിയിലെ തീവാറുന്ന കാറ്റിലും ഈ ലെമ്പ് കുലുങ്ങിയിട്ടില്ല. അത് കുലുങ്ങത്തില്ല. കേണലായിരുന്നപ്പം കാശ്മീരിലും ലഡാക്കിലും ഒക്കെ എത്രയോ പാവം പെൺകുട്ടികളുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ള എന്നറിയോ നമ്മുടെ ഈ ലെമ്പുണ്ണൻ. Once upon a time. Yes. ഇപ്പോഴും ഓർമ്മയിൽ നിന്നും മായാത്തൊരു സംഭവമുണ്ട്. 1970 ലഡാക്കിൽ വെച്ച് തീവ്രവാദികളുമായുള്ള ഒരു ഏറ്റുമുട്ടലിൽ 21-കാരിയായ ഗോതമ്പിന്റെ നിറമുള്ളൊരു പെൺകുട്ടിയെ ഞാൻ രക്ഷിച്ച് തോളിലേറ്റി ഹോസ്പിറ്റലിലേക്ക് ഓടുമ്പോൾ അവളെന്റെ തോളിൽ കിടന്ന് പറഞ്ഞു,
मैंने प्यार किया मैंने प्यार किया എന്ന് അതുകൊണ്ട് നീ നുണവട കഴിച്ച് വയറിഞ്ഞേ. സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഓ ആര് കേക്കാനാ? ഇയാളെ സമ്മതിക്കണം. ഗജനി പിടിക്കും. ഗജനി കടിക്കും. പിടിച്ചാൽ ചിലപ്പോ കടിക്കും. ചേടാ കൂലിത്തല്ലിന് പോയി കുടുംബം നടത്തിക്കൊണ്ടിരുന്നവനാ ഈ ബാബു. നമ്മുടെ സിനിമ രജനി ആ, രജനി രജനി 35 തവണ കണ്ടവനായി ഇവൻ. പിന്നെ എങ്ങനെ വട്ടാകാതിരിക്കും? അയ്യാ ഞാനേ പണ്ട് ലഡാക്കിലായിരുന്നു. എന്നെ ഇപ്പൊ ആരാ ഓടിച്ചത്? ഞാനിപ്പോ എന്തിനാ ഓടിയത്? ഒരു പിടിയില്ല. ഇവന്റെ കയ്യിലെങ്ങാനും കിട്ടിയ ബോൾലെസ് സ്റ്റിക്കിന് പോലും കൊള്ളത്തില്ലടാ. അവന്റെ ഒടുക്കത്തെ ഒരു മാർഷൽ ആർട്സ്. പത്രോ വായിച്ചു കളയാം. പിടികിട്ട പുള്ളി പോത്താന്റണിയുടെ 9ാം ഭാര്യ അറസ്റ്റിൽ. 18 വയസ്സ്. എന്നോ ഗ്ലാമറാ ഉമ്മ. എന്താ ചെയ്യാ? ഇതെന്ത് എഴുതി ഞാൻ മടുത്തു. ഇത് ലാസ്റ്റ് വാണി. കാശ് തന്നില്ലെങ്കിൽ ഇനി പത്രം ഇവിടെ ഇടില്ല എന്ന് പത്രക്കാരൻ സണ്ണി. എടാ ഇത് നോക്കിയേ. നമ്മള് കാശ് കൊടുക്കാനുള്ള കാര്യത്തേണ്ടി പത്രത്തിലിട്ടാ എടാ തുണ്ടെഴുതി വെച്ചാലുണ്ടോ? അവനൊരു പത്രം. ആദ്യം ഈ പാത്രത്തിൽ എന്താന്ന് നോക്കാം. വിശന്നിട്ട് വയ്യ. വാടാ. ഇതെന്താടാ ടെലിബ്രാൻഡ് ഷോയാ? അല്ല ഇഡലിക്ക് മാവ് അരക്കുന്നത്. ഇഡലിക്കുള്ള മാവ അരക്കുന്നത് കഴിഞ്ഞില്ലടാ മദന. ഓ ഇപ്പൊ കഴിഞ്ഞു. ഇനി ഒന്ന് പിഴിഞ്ഞിട്ടാ മതി. ഇഡലിയൊക്കെ പിഴിഞ്ഞു തുടങ്ങിയാടാ. ചെലപ്പം ഓ, 8 വർഷമായെന്ന് പറയേയില്ല. വാങ്ങിച്ചത് പോലെ ഇരിക്കുന്നു. എന്തിനു കൊള്ളാറേ. വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് ആയിട്ട് മാസങ്ങളായ വിവരം തമ്പുരാക്കന്മാർ അറിഞ്ഞില്ലായിരുന്നോ? എനിക്ക് അതെ കൈ കൊണ്ടൊന്നും ചെയ്ത് ശീലമില്ല കേട്ടോ. നീ കൈ കൊണ്ടൊന്നും ചെയ്യുന്നില്ലെന്ന് മാത്രം പറയരുത്. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുള്ള എനിക്ക് വേണം നോയിക്കൊണ്ടിരിക്കുന്ന. പോയി ഫോൺ ഇടാ. എന്തോ ഓ എന്തോ മോനെ മദന, നീ ഒന്നാ ഫോൺ എടുക്കൂ. അതിലും ഭേദം നിങ്ങൾ എന്നെ കൊന്നതാ. തരാനുള്ള 46,000 രൂപ. നിന്റെ ഒരു 46,000 ഉലുവ സിംഗിൾ പേയ്മെന്റ് തന്നേക്കാം. പോരെ പോരെ. നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. ചെന്ന് കയറിക്കോട്. അടുക്കള പൂട്ടിയോ? എന്താണ് തുറക്കടാ. നിന്റെയൊക്കെ അടുക്കള കോടതി ജപ്തി ചെയ്ത് പൂട്ടി സീല് വെച്ചിരിക്കുന്നു. കോടതിയാ? ഏത് കോടതി? എന്റെ മനസാക്ഷി കോടതി. നിനക്കും മനസ്സാക്ഷിയോ? മാത്രമല്ല ഞാനും എന്റെ ഭാര്യയും കൂടി ഡൽഹിയിൽ ടൂറിന് പോകുന്നു. പെണ്ണുങ്ങളെ ഡൽഹിയിൽ ടൂറിന് കൊണ്ടുപോകാൻ പറ്റിയ സീസൺ. നീ ബസ്സിൽ തന്നെ പോണേ. അപ്പൊ നിനക്ക് ഒറ്റക്ക് തിരിച്ചു വരാമല്ലോ. നിന്ന് കൊടുങ്ങാതെ വാലോർക്കടാ. നീ പോടാ. ആരും അടിക്കരുത്, തല കൊണ്ട് വരരുത്, അറ്റുപോകും എന്നെ കുറ്റം പറയരുത്. സമയമില്ല, പിന്നെ കാണാം. അങ്ങോട്ട് പോലെ അവന് പ്രാന്താണ്. ഇങ്ങോട്ട് ഇറങ്ങി വാടാ.
എന്തുവാടാ ഇത്? അതെ സാറേ, ഇവനൊരു പട്ടീനെ ഓടിച്ചിട്ടതാ. സത്യമായിട്ട് നിന്നൊക്കെ ഞാൻ കാണിച്ച ഒന്നുമില്ല. എല്ലാത്തിനെയും SI വിളിക്കുന്നുണ്ട്. ഓ ആണോ? പെട്ടെന്ന് എത്തിയേക്കണം. ഓ വണ്ടി എടുക്ക്. എന്തായാലും നല്ല ഇടി ഉറപ്പായി. ചെയ്യാമേ, ചെയ്യിക്കാൻ വേണ്ടി ഇത്രക്ക് ഇടിയ. സാറേ, ഒരുത്തനെ കൊണ്ട് മോട്ടിപ്പിക്കാൻ വേണ്ടിയാണോ ഈ ഇടി? മോട്ടിപ്പിക്കാനാ? എടാ അവൻ കള്ളനൊന്നുമല്ല. പിന്നെ അതൊരു മൊബൈൽ കടക്കാരന് സാറിന് 50 രൂപയുടെ റീചാർജ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനുള്ള ഇടിയാണ്. ഈ ഇടിയുടെ വെയിറ്റ് വെച്ച് നോക്കുമ്പോ അവ ഒരു 500 രൂപയ്ക്കെങ്കിലും റീചാർജ് ചെയ്യും. എന്തിനാ സാറേ വിളിപ്പിച്ചത്? ഒന്ന് പറ സാറേ, ഞങ്ങൾ ചെയ്ത് തെറ്റെന്താ? ആ ഒരു മിനിറ്റ്. അവനൊരു 2 ഇടിയുടെ കൂടെ കുറവുണ്ടായിരുന്നു. നോക്കിക്കോ, 5 മിനിറ്റിനകം എന്റെ മൊബൈൽ അവൻ ചാർജ് ചെയ്യും. ഗണപതിയോട് അവന്റെ കളി. സാറ് ഇനിയും ഞങ്ങളുടെ കാര്യത്തിലോട്ട് വന്നില്ല. കഴിഞ്ഞ 6 മാസമായി നിങ്ങളെ മാത്രം ഞാൻ പലപ്പോഴായി സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായി നിങ്ങൾ എനിക്ക് തരാം എന്ന് പറഞ്ഞ് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന 19,500 രൂപ എവിടെ? സാർ, ഞങ്ങൾ അങ്ങനെ വേറെ ആർക്കും പണം കൊടുക്കാൻ ഇല്ല സാർ. വി ആർ ഡീസന്റ് ബോയ്സ് സാർ. താനാണോ ഡീസന്റ്? സാറിന്റെ പണം ഞങ്ങൾ തന്നിരിക്കും. ഇങ്ങനെ പോയാലേ നിങ്ങളെ എനിക്ക് തരും, ഞാൻ വാങ്ങുകയും ചെയ്യും. അത് സാറിനെ കൊണ്ട് മാത്രമേ പറ്റൂ. അപ്പൊ ഗണപതിയെ മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് എനിക്ക് പൈസ തന്നിട്ട് പോയാ മതി. അതെ, എന്റെ ഒരു രീതി അറിയാലോ നിങ്ങൾക്ക്. സാറേ, ചതിക്കരുത്. കഴിഞ്ഞ 5-6 മാസമായി ഇപ്പൊ തരാന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെയല്ലടാ ചതിക്കുന്നേ. കാശ് ഞങ്ങൾ തരും, ആരെയും പറ്റിക്കൊന്നും വേണ്ട. ഒറ്റ പേയ്മെന്റ്, ബൾക്ക് എമൗണ്ട് മതി. എന്നാ കൊടറ. പക്ഷേ 21-ാം തീയതി തരാൻ പറ്റും. 1, 2, 3, 21. ഓ കിട്ടും. എന്നാ നിങ്ങൾ എനിക്ക് എഗ്രിമെന്റ് എഴുതി തരണം. എഴുതറ എഗ്രിമെന്റ്. എഴുതല്ലേ? ഓക്കെ. എഗ്രിമെന്റ്. വലിയ പറമ്പിൽ മൂസയുടെ മകൻ നാസർ എഴുതി തരുന്ന കടപ്പത്രം. മോനെ, നീ ഏത് മൂസയുടെ മോനായാലും ഈ SI ഗണപതിക്ക് നീ പുല്ല്. 19/2/2013 മുമ്പായി ഞാൻ 19,500 രൂപ തന്നുകൊള്ളാം. മേൽപ്പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞാൽ ഈ പത്രം അസാധുവാകും. ആയിക്കോട്ടെ, അതിനു മുമ്പ് ഈ SI ഗണപതി കാശ് വാങ്ങിക്കുമല്ലോ. എന്താടോ സാറേ, ആ പറഞ്ഞ ഡേറ്റ് ഇന്നലത്തെ. പഴയ ഡേറ്റ് സാറിനെ വീണ്ടും പറ്റിച്ച്. മദന, കഴിക്കാൻ വല്ലതും ഉണ്ടോടാ? ഞാൻ ആലോചിച്ചിട്ട് നമുക്ക് 5 പേർക്കും കൂടെ ഓരോ കല്യാണം കഴിക്കാം. നീ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചോണ്ട് വാ. ക്യാഷ്. നീ എന്താ പരിങ്ങണത്? പോയി പുട്ട് വാങ്ങിച്ചുമാടാ. എനിക്ക് പൊറോട്ടയും ബീഫ് ഫ്രൈ. ഓക്കെ. എനിക്ക് പൊറോട്ടയും ചില്ലി ചിക്കൻ. ഇതൊക്കെ കുറെ കണ്ടതാണ്. ഞാൻ എന്താ പറഞ്ഞത്? എന്തുവാടാ? എന്റെ വയറെന്തോ പെട്ടെന്ന് നിറഞ്ഞതുപോലെ. എനിക്കിനി ഒന്നും വേണ്ട. എടാ, ഞങ്ങൾക്ക് വിശക്കണ്ടടാ. നിങ്ങൾക്കുള്ളത് പാഴ്സലായിട്ട് ഗേറ്റ് വരെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വരും. ഈ ഗോപിയാശിനെ നമ്മളോട് അത്രക്ക് സ്നേഹോ? ഞാനും ചെന്ന് നോക്കട്ടെ. എന്തുവാടേ ഇത്? ഒന്നുമില്ലടാ, പെട്ടെന്ന് അമ്മച്ചിയുടെ കാര്യം ആലോചിച്ചു പോയി. അമ്മച്ചി വല്ലാത്ത വയറുവേദന.
ഗ്യാസാ ഗ്യാസ് ഗ്യാസാ? ഇത്ര പെട്ടെന്ന് ഗ്യാസ് ഉണ്ടാവും? ഇവിടെ ഉള്ളമാരൊക്കെ എവിടെ പോയി? ഇവൻ എത്ര പെട്ടെന്ന് ഭക്ഷണമായിട്ട് വന്ന? അയ്യോ അയ്യോ അയ്യോ, എന്നെ കൊല്ലരുത്, ഞാൻ സ്വയം ചത്തോളാം. സാറേ ഇത് ഞാനാ, മനസ്സിലായില്ലേ? ഗജനി ബാബു. സാറാ? മനസ്സിലായി, അതുകൊണ്ടല്ലേ സ്വയം ചത്തോളാന്ന് പറഞ്ഞത്. ഷോ ഞാൻ ഒപ്പിടാൻ വന്നതാ സാറേ. ഒപ്പിടാനാ? സാറിനെ മറന്നോ? ഞാനാ ഗജനി ബാബു, ആ കൈവെട്ട് കേസിലെ 1-ാം പ്രതി. അയ്യോ അയ്യോ, പോലീസ് സ്റ്റേഷൻ കരുതിയാണ് ഈ വട്ടൻ ഇവിടെ കയറി വന്നിരിക്കുന്നത്. സാറേ സാറേ ഇതെന്താ സാറേ തലകുത്തി നിൽക്കുന്നത്? സാറേ ഞാൻ നേരെ നിൽക്കുന്നേ, സാറാണ് തലകുത്തനെ നിൽക്കുന്നത്. സോറി, ലേഡീസിന്റെ ടോയ്ലറ്റ് ആയിരുന്നല്ലേ. എടാ ഇവന്മാരൊക്കെ എങ്ങാട് പോയി എന്നൊട്ടക്ക് കൊല കൊടുത്തോണ്ട്. എടാ അടുക്കളയിലുണ്ടായിരിക്കും, അങ്ങോട്ട് പോകാം. പാവം 2 ദിവസത്തെ ഉറക്കക്ഷണം ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ നടവഴി കിടന്നുറങ്ങുന്നത്? കണ്ടുപിടിച്ചു. കിളി പോയി. ഐഡിയ ചോദ്യം ചെയ്യരുത്. ഇതിന്റെ മുകളിലോട്ട് യവന്മാരിതിന് വെയിറ്റ് വെക്കാൻ മറന്നെന്ന് തോന്നുന്നല്ലോ. ഞാൻ തന്നെ വെച്ചേക്കാം. ഇവനെ കണ്ടാൽ തന്നെ അറിയാം ഒരു കള്ള ലക്ഷണമുണ്ട്. ചേടാ, സ്വന്തം വീട്ടിൽ വാടക ചോദിച്ചു പോയ എനിക്ക് പറ്റിയ പറ്റേ. ജയനെ പോലെ നിന്നാലെങ്കിലും തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചു. മകനെ ജീവിക്കാൻ അനുവദിക്കുകയില്ല. അവന്റെ ഒരു ഓഞ്ഞ കണ്ണടയും കൂതറ പാൻറ്. എന്തെന്ന് ജയനെ പോലെ ഉള്ള ഒരാളിന് ഇവിടെ നിൽക്കാനൊക്കത്തില്ലേ? വേണ്ട. അപ്പൊ ഇതവൻ തന്നെ. അന്ന് നമ്മളെ പൊക്കാൻ പോയില്ലേ കേണൽ ലംബു. കേണൽ ലംബു ഇപ്പൊ കേണൽ ജയന. എങ്കി വാ. അപ്പൊ ജയൻ ഇപ്പോഴും നല്ല മാർക്കറ്റ് ഉണ്ടല്ലേ? കുട്ടി ബെഡ് ടീ, നൈസ് ടീ. വേണ്ട ടീ? നോട്ടി നോട്ടി കോഫി. മാഡം യോ കോഫി. No tea, no coffee, madam. Boost is the secret of our energy. Natural vitamins with iron.
The one and only Kaipaka juice. വിലയോ തുച്ഛം ഗുണമോ മെച്ചം. Drinking madam, please drinking. Kaipaka juice, drinking please. എക്സ്ക്യൂസ് മീ മാഡം, കോഫി. Thank you. മാഡം, ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടേ? ചിക്കൻ ചക്ക, കുക്കു ബർഗർ, വന്തയ്ക്ക് പെന്തസ്തു, ചിക്കൻ ഷക്ക, ചിക്കൻ പപ്പസ്, മട്ടൺ പൊട്ടാസ്. ഇതിലേതാ വേണ്ടേ? എടാ നീ എവിടുത്തെ ഫുഡാടാ? മേഡ് ഇൻ മണിപ്പാൽ. മിണ്ടാതിരിടാ. ഇങ്ങോട്ട് മാറിയട ഇങ്ങോട്ട്. മൈ ഡിയർ മാഡം, മാഡം ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇവിടെ കിട്ടൂല. ഇത്തിരി കുളം അരിപ്പൊടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തികെട്ട ഉപ്പുമാവ് ഉണ്ടാക്കി തരുവൻ. അത്രക്ക് വൃത്തികെട്ടവനവൻ. തല്ലു. ഞാൻ പേടിച്ചു. ഇങ്ങ് വന്നേ. മദൻജി പുട്ടുണ്ടാക്കുമായിരിക്കും അല്ലേ? റോക്കറ്റ് വിട്ടോണ്ടിരിക്കണ എന്ത്? നല്ല പോലെ വിട്ടോ, ഇത് നിന്റെ അവസാനത്തെ റോക്കറ്റാ. കൂറേ ഇങ്ങ് വന്നേ. അയ്യോ, നിനക്ക് പ്രായമായി വരുമല്ലേ, നിന്നെ ഇനി കഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതി. എടാ മദന, കൺഗ്രാറ്റുലേഷൻ, നിന്റെ ശമ്പളം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനിപ്പോ ആര് ശമ്പളം ചോദിച്ചെന്നാ? ശമ്പളം ഇന്ന് വരും, നാളെ പോ. എനിക്ക് പിന്നല്ലാതെ. മദന, നിന്റെ ആ പഴയ ആക്രി പെട്ടിയില്ലേ, ആ ഒന്ന് പൊടി തട്ടി എടുത്തേ. പിന്നെ നിന്റെ പേയ്മെന്റ് ബാങ്ക് വഴിയായിരിക്കും. കൺഫേം ഡേറ്റ്, കൺഫേം പേയ്മെന്റ്. തരുന്നത് തന്നെ മടക്കിയാണല്ലോ. ഇത് പറ്റില്ല, എനിക്ക് പണമായിട്ട് തന്നാ മതി, ഞാൻ എന്നെ എടുത്തോളാം. ഞങ്ങളെക്കാൾ ഗ്യാരണ്ടി ബാങ്കാ, അവിടെയല്ലേ പണം ഇരിക്കുന്നേ. പിന്നെ നിന്റെ ഭാഗ്യം, നിനക്ക് ഞങ്ങളുടെ ചെക്ക് കിട്ടിയല്ലോടാ. എടാ മദന, അതെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കണതേ ദേ ഒരു രാശിയാണ്. നിന്റെ ലൈഫ് മാറി. ഇനി നിനക്ക് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും. ഇതില് കാശുണ്ടാവൂ? എടാ മണ്ട മദന, ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് KASH ക്യാഷ്. ഇതാണ് ക്യാഷ്. ക്യാഷ് കണ്ട, ഇതാണ് ക്യാഷ്. എടാ എന്നെ വിശ്വസിക്കണ, ഇത് കണ്ടില്ലേ? എന്നാലും സൂക്ഷിച്ച് നോക്കി അത് ദയിപ്പിക്കല്ലേ. ഇതിനകത്തല്ല ക്യാഷ് ഇരിക്കുന്നത്. ഇത് കൊണ്ടുപോയി ബാങ്കിൽ കൊടുക്കണം, അപ്പൊ അവര് തരും ക്യാഷ്. അല്ല, എനിക്കെന്തിനു നിങ്ങളെ ശമ്പളം? ഇതേ മേഡം വാടക കൊടുക്കുന്ന വീടാണ്. മേഡം പറയട്ടെ, ഞാൻ ഇവിടെ നിന്ന് പോണോന്ന്. പറയൂ മേഡം. മദനൻ നിൽക്കണമെന്നില്ല, ശമ്പളം വാങ്ങി പൊയ്ക്കോളൂ. കഥയിൽ കിട്ടിയാൽ പിന്നെ കച്ചി എന്തിന്? അല്ലടി പുല്ല്. മദനം വല്ലതും പറഞ്ഞോ? മിണ്ടൂല. മിണ്ടാൻ പറ്റിയ ചാളക്ക്. ഉണ്ട്, ജീവനോടെ ഉണ്ട്. എന്താ? അല്ല, മോളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോന്നറിയാൻ വന്നതാ. കാരണം ഇവിടെ ഉള്ളവന്മാരെല്ലാം ഒറ്റക്കയ്യ മുത്തുചാമികളാ. എപ്പോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കേറി വാ.
ഇരിക്കാം. അമ്മരില്ലേ അവിടെ? ഉണ്ട്. ആ, ഇരിക്കും. എണീക്കാം. അയ്യോ ഇതാര് ലംബോടരാ? എന്ത് ലഭ്യം തന്നെ ചത്തിട്ടൊന്നുമില്ല. മനസമാധാനമായിട്ടൊന്ന് പുറത്തോട്ടിറങ്ങാൻ രൂപ 50,000 ചെലവാക്കിയത്. അറിയോടാ നിനക്കൊക്കെ? അറിയില്ലോ? എന്നാ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ആ പ്രാവച്ചമ്പല ശശിക്ക് കൊട്ടേഷൻ കൊടുത്ത് ആ SIയുടെ കൈയും കാലും തല്ലി ഓടിച്ചത് ഞാൻ തന്നെയാണ്. വന്ന് കാണടാ ഈ കിടപ്പ്. നിനക്കൊക്കെ സന്തോഷമാകട്ടെ. മറക്കില്ലടാ ഒരിക്കലും. ഈ സമ്മാനം എനിക്ക് നിങ്ങൾ എല്ലാവരോടും മേടിച്ച് തന്നതിന്. വെട്ടാൻ ഓങ്ങി നിന്ന പോത്തിന്റെ കയ്യിലാ നിങ്ങൾ വടിവാളി കൊടുത്തേ. നിവൃത്തി വേണ്ടേന്ന്. ചെലവായ കാശ് നീയൊക്കെ കൂടെ തന്നില്ല എങ്കിൽ അടുത്ത കൊട്ടേഷൻ നിങ്ങൾക്കാ. മനസ്സിലായടാ കള്ളത്തിന് വേണ്ടായിരുന്നു. അണ്ണ ഒരു മിനിറ്റ്. ഹലോ ഹലോ, സുഖമാണോ? ആരാടാ? ഫുഡൊക്കെ കഴിച്ചോ? പിന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ? നിന്റെയൊക്കെ തന്തമാര് ജനിച്ചത് ഫെബ്രുവരി 30 എന്റെ അടുത്ത് പറഞ്ഞാ പോരായിരുന്ന? പിന്നെന്തിനാ ചെക്കിനകത്ത് ആ ഡേറ്റ് എഴുതി തന്നത്? ഓ ഗണപതി സാറാ. സാർ ഇതുവരെ ചാർജ് എടുത്തില്ലേ? നമ്പര് മാറിപ്പോയോ? പക്ഷെ ശബ്ദം അവൻ്റെതാണല്ലോ. ഓഹോ, ഇന്ന് ചാർജ് എടുത്തല്ലേ? ചാർജാ? നിന്റെയൊക്കെ ചാർജർ ഇന്ന് ഞാൻ ഊരിയെടുക്കും. ഓഹോ, അത് ശരി. ഇപ്പൊ നമ്മുടെ ഏരിയയിലുണ്ടോ? സാറിന് എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ നേരുന്നു. വേണ്ട വേണ്ട, ഞങ്ങൾ അങ്ങ് വന്ന് കണ്ടോളാം. ഓ, ഇത്രയും നാളും കണ്ടത് പോരെ, ഇനിയും കാണോടാ നിനക്കൊക്കെ. ആ സാർ എൻജോയ് അല്ലേ? ഉണ്ട്, ഞാൻ കൊടുക്കാം. SI സാറ്. ഹലോ സാർ, നമസ്കാരം. ഇപ്പൊ എവിടെയാണ്? ഞാൻ ദേ വന്നു. ഓക്കെ സാറേ, ഓക്കെ. ഫോൺ കട്ടായ? കപ്പ് മാത്രമേ ഉള്ളൂ, കയ്യില്ല. എടി, ഒരു ഒഴിപ്പിക്കലുണ്ടായിരുന്നു, അതാ വൈകി. എടി, ഈ ഒഴിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ വല്ലവനെ കൊണ്ടും കള്ളു മേടിപ്പിച്ച് അവനെ കൊണ്ട് തന്നെ ക്ലാസ്സിൽ ഒഴിപ്പിക്കുന്നതിനാ ഒഴിപ്പിക്കൽ എന്ന് പറയുന്ന. എടാ ബാവുക്കുട്ട, ഇവിടെ അടുത്തല്ലടാ നമ്മുടെ ഫ്രാൻസിസ് ചേട്ടന്റെ വീട്? ഒന്ന് വിളിച്ചാ ചിലപ്പോ അയാൾ ആൾക്കാരെയും കൂട്ടി വരുമായിരിക്കും അല്ലടാ? പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇവിടെ നിന്നൊന്ന് കൂവിയാ പോരെ, നാട്ടുകാർ മൊത്തം ഇങ്ങ് വരും. അതും മതിയല്ലേ? പിന്നെന്തിനാ ഒരു കോൾ വേസ്റ്റ് ആക്കുന്ന? നിങ്ങളെ ഇടിച്ച് ഓരോ ഇടിക്കും ഈ ഗണപതി മാമു മാപ്പ് ചോദിക്കുന്നു. എന്നെ നാട്ടിക്കല്ലേ മക്കളെ, പ്ലീസ്. നീയൊക്കെ കൂടെ എന്നെ ഇൻഷുറൻസ് എടുപ്പിച്ച് നശിപ്പിച്ചു, പക്ഷേ കുളവാക്കല്ലേ. വയറ് കായുമ്പോ ഈ മാമനൊരു ചായ കുടിച്ചോട്ടെ മക്കളെ. ഇത് ചായ മാത്രമല്ലല്ലോ, കടിയും കൂടി ഉണ്ടല്ലോ. അരിയന്മാരെ പ്ലീസ് പ്ലീസ്, അരിയന്മാരെ ഉപദ്രവിക്കരുതേ. അയ്യോ, ഞങ്ങൾക്ക് ഒന്നാലോചിക്കാനുണ്ട്. ഇനി എന്താലോചിക്കാൻ? പല പ്രാവശ്യമായി നിങ്ങൾ എനിക്ക് തരാനുള്ള 20,000 രൂപയില്ലേ, അതിനി തരണ്ട. പോരെ? പോരാ. പിന്നെ ഇനി മേല ഞങ്ങളുടെ മുഖത്തങ്ങനെ സൂക്ഷിച്ചു നോക്കിയാ കൂളിംഗ് ഗ്ലാസ് വെച്ച് നോക്കിക്കോളാവേ. അതുപോരാ, ചെലവുണ്ട്. ചെലവാക്കിക്കോ. അതല്ല, ഇവിടെ വന്ന് സാറിനെയും ചേച്ചിയും കണ്ട സ്ഥിതിക്ക് ഞങ്ങളൊരു വഴിക്ക് പോവല്ലേ മാമ? ന്യായമായ ചെലവുണ്ട്. തന്നെ മഴ വെട്ടണം. മാമൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ലേ? എടി, എടുത്ത് കൊടുക്കടി. ചെറുത്. താങ്ക് യു ചേച്ചി. ശരി, പോട്ടെ. അപ്പൊ ചേച്ചി കണ്ടിന്യൂ ചെയ്തു. പിന്നെ വരാമേ. അപ്പൊ പിന്നെ ചായ കൂടി നടക്കട്ടെ. കഞ്ഞൂടി മുട്ടി.
നമസ്കാരം സാർ. നമസ്കാരം. നമസ്തേ. നീയൊക്കെ തന്നെയാണ് ഇന്നലെ തമ്പാനുള്ള സാറിന്റെ ഭാര്യയെ പറ്റി കയറി ബഹളം ഉണ്ടാക്കിയത്. എന്നിട്ട് ഒന്നും അറിഞ്ഞൂടാ പമ്മി നിൽക്കുന്ന നോക്ക്. സാറേ, അറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ മിണ്ടായിരിക്കണം. സാറിന്റെ ഭാര്യ വീട് പേട്ട. ഞാൻ എത്ര തവണ പോളിസ് ജീപ്പിൽ പച്ചക്കറിയും മീനും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് അല്ലേ സാറേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും തെറ്റി. സാറിന്റെ ഭാര്യയോട് നെയ്യാറ്റിങ്കര ഞാനല്ലേ എന്നും കൊണ്ടാക്കാൻ പോണേ, എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ സത്യം പറഞ്ഞാ നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ. സാറിന്റെ ശരിക്കുള്ള ഭാര്യ ഇവിടെ കവടിയാറ്, നമ്മുടെ സുധ ചേച്ചി. നമ്മുടെ ചേച്ചി. ചുമ്മാരുടെ വളവളന്ന് സംസാരിക്കാതെ അപാദം പറഞ്ഞുണ്ടാക്കണം. സാറിന്റെ തമ്പാനുള്ള വെളുത്ത ചേച്ചി. ഞാനിപ്പോ അവിടെ ചെന്നാലും എനിക്ക് നല്ല കപ്പപ്പുഴുക്കും ഉണക്ക കരിവാടും ഉണ്ടാക്കി തരും. കപ്പപ്പുഴുക്കും ഉണക്ക കരിവാടൊക്കെ ശരിയാണ്. ചേച്ചി വെളുത്തൊന്നുമല്ല, നല്ല കട്ട കറുപ്പ്. ദാ ഇവിടെ ഒരു മറുകുണ്ട് ഇല്ലടേ. പേട്ടയിൽ താമസിക്കണം. മോളി എന്നാണ് പേര്. ആ അത് കേസ് കേട്ട് എനിക്കറിയാവുന്നുള്ളത്. സാർ അത്രക്കാരൊന്നുമല്ല, പക്കാ ഡീസന്റ്. പിന്നെ എടാ നമ്മൾ കണ്ടത് കവടിയാറ്, സാറ് കണ്ടത് തമ്പാനൂര്, സാറ് പേട്ട, സാറ് നെയ്യാറ്റിങ്കര. എടാ അപ്പൊ നമ്മൾ കണ്ടതാടാ ഒറിജിനല്. അപ്പൊ പിന്നെ ഇവരൊക്കെ കണ്ടത് ആരൊക്കെയാടാ? നീങ്ങ വന്നേ. കേസ് കേട്ടുകളെ. എന്തുവാടേ? 4 വെടിക്ക് ഒരു പക്ഷി. പക്ഷിയല്ല. സലാം വേണ്ടെങ്കിൽ നിങ്ങൾ എല്ലാരും കൂടെ എന്നെ ഒത്തിരി പ്രശസ്തനാക്കിയതല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ തരണ്ടേ? ഇപ്പൊ വേണ്ട, ഞങ്ങൾ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. ഇപ്പൊ തരാന്നേ. ആ ബാഗൊക്കെ അവിടെ വെച്ചാരേ, പോകുമ്പോ എടുത്താ പോരെ. ബാന്നേ, ഇതങ്ങ് മേടിച്ചോണ്ട് പൊക്കോന്നേ. ഇവന്റെയൊക്കെ ഇരുമ്പ് കാന്തമാണ്, ഇവനൊക്കെ നീങ്ങുന്നില്ല. അങ്ങോട്ട് കേറാം. നിങ്ങൾ ഇവിടെ നിൽക്കാന്നോ? ഇനി നിങ്ങളെ പ്രത്യേകം വിളിക്കണം. വാന്നേ, അങ്ങോട്ട് കേറടാ. ഒരാഴ്ചത്തേക്ക് ലീവാണ്. ആ കാലിലൂടെ പറഞ്ഞു ഞാൻ പോകണം. അയ്യോ, ഒരു പാല്, ഒരു സ്ട്രോങ് ഓർലെക്സ്, വേഗം പറ. കൊടുത്തേക്ക്. നീ ഒന്ന് വാ. അനിയൻ വാ. ഏതാടാ? എല്ലാവർക്കും കഴുത്തിലിട്ട് എനിക്ക് മാത്രം കൈ. താങ്ക്സ്. ആഹാ, എടാ മദന, നീ എപ്പോന്ന് വന്നപ്പോ തന്നെ പണിയും തുടങ്ങിയ കറിക്കറിയ? ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഇനിയുള്ള എന്റെ ജീവിതം പൂജപ്പുരയിലായിരിക്കും. ഇവനെന്താ പൂജപ്പുര രവിച്ചേട്ടന്റെ മോനാ? നിന്നെ നാലെണ്ണത്തിനെ തട്ടിയിട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയി കിടക്കുന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ ആവുമ്പം പട്ടിണി കിടക്കേണ്ടി വരൂലല്ലോ. ചിക്കനും മട്ടനും മറ്റു മുതലായവ കിട്ടൂന്ന് മായാവി സിനിമയിലും മമ്മൂട്ടി പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞടാ. എനിക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാൻ ഇനി ഒന്നുമില്ല. ഡൽഹിക്ക് ഭാര്യയുമായി ടൂറിന് പോകാൻ എടുത്ത ടിക്കറ്റ് വേറെ അവരോ കയറിപ്പോയി. മേടിച്ചെന്ന് കണ്ടതാ ഇത്രയോ അടുത്ത്. ശശിയണ്ണ, ഞങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകാൻ വേണ്ടി നിൽക്കണേ. അണ്ണാ, എല്ലാ പ്രശ്നങ്ങളും ഉടനെ തീരും. അണ്ണന്റെ കാശ് ഞങ്ങള് വീട്ടിലെത്തിച്ചേക്കാം. അതും ഒറ്റ പേയ്മെന്റ്. എന്താ പോരെ? 2013 ഏറ്റവും നമ്പർ 1 കോമഡി. ഒന്ന് ചിരിച്ചു കൊടുത്തേക്കാം. എന്താ പോരെ? അണ്ണാ പ്ലീസ്. ശശിയണ്ണ, ഞങ്ങൾക്ക് ഒരവസരം കൂടി താണ. എന്തിനി ഇനിയും എന്നെ പറ്റിക്കാനാ?
ഞങ്ങൾ ഇവിടെ പിടിച്ചിരുത്തിയ അണ്ണന്റെ കാശ് കിട്ടുമോ? എടാ അതിന് ആർക്ക് വേണം നിങ്ങളുടെ പൈസ? കിട്ടാത്ത മുന്തിരിയുടെ പുളി നോക്കണ പരിപാടി ശശി നിർത്തി. എന്തോ നീ നിന്റെ 2 കാലം തല്ലി ഒടിച്ചിട്ട് ഈ പ്രാവച്ചമ്പലം ശശി ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അണ്ണ ഞാൻ പൊക്കോട്ടെ അണ്ണ. എന്റെ കുഞ്ഞമ്മേരെ ചേച്ചിയുടെ മോന്റെ കല്യാണം. ഇനി മിണ്ടിയാ നിന്നെ ഞാൻ കുഞ്ഞമ്മേനെ കൊണ്ട് കെട്ടിക്കും. ഇരിക്കടാ, എഴുന്നേക്കടാ, ഇരിക്കടാ, പേടിപ്പിക്കടാ. മതി 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 മതി, ചാൻസ് എന്നാ ഓവറാ. ഇരിക്കടാ, ആ വടി ഇങ്ങെടുത്തോടാ. അയ്യേ, വടി കൊണ്ടടിക്കാൻ ഞങ്ങളെന്താ നേഴ്സറി പിള്ളേരാ? വടിയേടെ. അയ്യോ അണ്ണ, ഇരുമ്പ് വടിയാ. ആദ്യം നിന്റെയൊക്കെ കാല്, പിന്നെ കൈ, പിന്നെ തല. ശരിയാണ്, അണ്ണനെ പറ്റിച്ചവരാണോ ഞങ്ങള്? ആദ്യം എന്റെ ഈ കാല് കല്ലിവിടെയാണ്, പിന്നെ ഇവന്റെ, അത് ഇവന്റെ, അവന്റെ. അയ്യോ അണ്ണാ, ഇനി എന്തിനു വഹിക്കുന്നു? ഒടിക്കും ഞങ്ങളുടെ കാല്. അണ്ണന്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്ക് ഉണ്ടോണ്ണ? ഒത്തിരി ഒത്തിരി പുണ്യപ്രവൃത്തികൾ ചെയ്ത അണ്ണന്റെ ആ കൈകൾ കൊണ്ട് ഞങ്ങളുടെ ഈ കാലുകൾ തല്ലി ഓടിക്കുവണ്ണ. അണ്ണ അണ്ണ ആട് വീണ്ടും കയറി പൊട്ടി. ഇതവരുടെ നമ്പർ. അണ്ണാ, ഇതെന്റെ മാമന്റെ മോനാ. ഇവനെ മാത്രം ഒന്നും ചെയ്യല്ലേ അണ്ണ. ചുഴലിതീനുള്ള ചെറുക്കനാ. കണ്ടാ കണ്ടാ, ഇരുമ്പ് പിടിച്ചിരിക്കുന്നുണ്ടാ. ഇരുമ്പ് 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 ഇരുമ്പ്. ബ്ലേഡിന്റെ മുമ്പിലാണോടാ നിന്റെ കത്തി? ചുഴലി ഉള്ളോണ്ട് കൊണ്ട് നടക്കണ. നിന്റെ ചുഴലി ഇന്നത്തോടെ ഞാൻ മാറ്റിത്തരാം. ചുഴലിക്കാരന്റെ ചുഴലി മൊത്തം ഞാൻ മാറ്റാം. ചുഴലിക്കാരന്റെ ചുഴലി ഞാൻ ഇന്നും മാറ്റട്ടെ. ഇടിക്കും മുമ്പ് ചരിഞ്ഞു വീണു, എന്നാലും പിടിച്ചേക്കാം. ഓടിച്ചത് വിടിയടാ. പുറത്തുനിന്ന് കൂട്ടി കൂട്ടിയാ അവര് പിന്നെ പറ്റിച്ചു. വിടരുന്നവരെ എവിടെ അവന്മാര്? അവന്മാരെ എവിടെ ജിപ്പാ? അവന്മാര് ഫ്രണ്ടിൽ നിന്ന് പൂട്ടി. ഹലോ, പ്രാവച്ചമ്പലം ശശി സ്പീക്കിംഗ്. ഓ, നല്ല ഐസ് ഇടാത്തല്ല, ഫ്രഷ് പച്ചക്കറി. കേൾക്കണോ? കേട്ടു പഠിച്ചോ. കാശ് തരാത്തവരെ നമുക്ക് വിളിക്കാം. നീ കേൾക്കണം. പട്ടി ചേച്ചി നാറി, പൂച്ച നാറി, നിന്റെ അമ്മേടാ, നിന്റെ അപ്പനാടാ, വേൾഡ് നാറി, എക്കട പട്ടി. ഈ തെറിപ്പട്ടി പൊട്ടിച്ചേക്കാം. ഇവിടെ തന്നെ അന്തർജനം ഷൂട്ട് ചെയ്യാം. ഉള്ളത് കൊണ്ട് ഓണം പോലെ. എടാ എടാ ഒന്ന് സൂം ചെയ്തെന്നടാ. സൂക്ഷിച്ച്, ആരും കാണല്ലേ. എന്ത് കാണല്ലേന്ന്? എവരിത്തിങ് ഓക്കെ. പക്ഷെ സാറിന്റെ കൂട്ടാളികളെ ആരെയും കാണുന്നില്ലല്ലോ. അവരവിടെ എവിടെയെങ്കിലും കാണും. എവിടെ കാണുന്ന? അങ്ങേരെ സമയം ആവുന്നതേ ഉള്ളു മോനെ. നോക്കാം. എല്ലായിടത്തും ഒരു കണ്ണ് വേണേ. നമ്മുടെ സാറിനെ നമുക്ക് രക്ഷിച്ചെടുക്കാനുള്ളതാ. 1 2 ഫസ്റ്റ് ക്ലാസ്സിൽ ആള് ഫില്ലായിട്ടുണ്ട്. അത് നല്ല തല മുതിർന്ന VIP കളാ. ഇനി 3rd ഷോ തുടങ്ങിയാ മതി. 3rd ഷോയോ? മാറ്റിനി 2nd ഷോയും ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി 3rd ഷോ, നമ്മുടെ ഷോ. അയ്യേ, എന്തുവടെ ഒരു നാറ്റം. ഡ്രെയിനേജ് പൊട്ടിയ നാറ്റം. എവിടുന്നാണോ? ഇനിയിപ്പോ ശരിക്കും ഡ്രെയിനേജ് പൊട്ടിയ. അയ്യേ, എന്തോടെ ഇത്? ഇത്ര അടുത്ത് കാണുന്ന ആദ്യമായിട്ടാ. ഇവൻ ഇവിടെയും വന്നാ?
വാ മക്കളെ. അയ്യോ ചേട്ടാ കൊല്ലരുത്, ഒരു ബൾക്ക് എമൗണ്ട് വരാനുണ്ട്. ഞങ്ങൾ ഈ നാട് വിട്ടു പൊക്കോളാം. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. ഒന്നും തോന്നരുത്, ഇപ്പൊ മരിക്കാൻ താല്പര്യമില്ലാത്തത്. അയ്യോ നന്ദി ഉണ്ടടാ മക്കളെ. നിങ്ങൾ അന്നെന്റെ മകളുടെ പേരിലെടുത്ത 4 ലക്ഷം രൂപയുടെ മെഡിക്ലെയിം കാരണം ഞാനും കുടുംബവും വഴിയാധാരമാവാത്തടാ. ആശുപത്രിയിൽ അന്ന് ഓപ്പറേഷൻ ആ പണം കിട്ടിയില്ലായിരുന്നെങ്കിലേ ഓ എനിക്ക് ആലോചിക്കാനേ വയ്യടാ മക്കളെ. ഇത് പറയാനായിരുന്ന ഇത്രയും നാളെ ഞങ്ങളെ ഇട്ട് ഓടിച്ചത്. ഓടിച്ചോ? ആര്, ഞാനോ? എപ്പോ? അത് പോട്ടെ, ഈ നെഞ്ചത്തേക്ക് എഴുതി വെച്ചിരിക്കുന്നത് മാച്ച് കളയുള്ളൂ. അയ്യോ അത് ബുദ്ധിമുട്ടാ. ഒരിക്കലും നിങ്ങളെ മറക്കാതിരിക്കാൻ 500 രൂപ എടുത്ത് പച്ച കുത്തിച്ചതാ അനിയാ. സന്തോഷമായി ബാബു കേട്ടാ, സന്തോഷമായി. എന്തു പറ്റി? നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾക്ക് ഇവിടെ പടം ഓടിക്കുന്ന പണി കിട്ടി. കഴിഞ്ഞു പോവുക, ഇറങ്ങുക. അപ്പൊ ഞങ്ങള് പോട്ടെ അണ്ണ. അങ്ങനെ ആവട്ടെ. കൊച്ചു കള്ള പേടിപ്പിച്ചളഞ്ഞ്. ഇനി ഈ ജന്മം ബാത്റൂമിൽ പോവാൻ പറ്റത്തില്ല. രാജബോസ് സാറിനെ കാണാൻ രണ്ടുപേര് പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. തീപ്പന്തലിന്റെ ആരാധകരായിരിക്കും. ഇനി 2 പേർ കൂടി ഇതിൽ പണിയാനുള്ള സ്ഥലമില്ല. പോയിട്ട് 7 മാസം കഴിഞ്ഞിട്ട് വരാൻ പറയൂ. എന്തു പറ്റിയതാ? ആ പോയ 3 പേർക്ക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തതാ. കേട്ടിട്ടില്ലേ? An idea can change your life.